CUET 2000 CUET PG 2025 ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം എങ്ങനെ നമ്മൾക്ക് പഠിക്കാം, അതിനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എൻട്രൻസ് CUET PG പരീക്ഷയെക്കുറിച്ച് ഏതാനും ചെറിയൊരു രൂപത്തിലുള്ളൊരു വിശദീകരണം നിങ്ങൾക്ക് തരാനും, അത് കൂടാതെ അത് ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പഠിച്ചാൽ എന്താണ് ഗുണം കിട്ടുക എന്നുള്ള ഒരു കാര്യം, ഈ രണ്ട് കാര്യത്തിൽ ഊന്നിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടി ഒരു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആക്ച്വലി ഞാനൊരു ട്രാവലിംഗിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ റേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ CUET പരീക്ഷ എന്താണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള നോട്ടും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ബേസിക്കലി ഞാനൊന്ന് സ്ക്രീനിൽ നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. കാണുന്നുണ്ട്. യെസ്. ഹയർ സ്റ്റഡീസ് ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു സംഗതി. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രോഡക്റ്റ് ആണ്. ഞാൻ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് എന്നുള്ളൊരു സ്കോളർ ആയിരുന്നു. ജസ്റ്റ് PhD കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഞാൻ ഏതാണ്ട് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും അത് വളരെ എന്നെക്കാളും മികച്ച രീതിയിൽ തന്നെ അത് പറഞ്ഞു തന്നെ ഇവിടെ ആൾക്കാരെ എന്നുള്ളതുകൊണ്ട് സോ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം, തരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളൊരു CUET എൻട്രൻസ് എക്സാം എഴുതണം എന്നുള്ള കാര്യത്തിലാണ്. ചുറ്റ വാക്കിൽ നമ്മൾ ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഈ 2025 ജനുവരി 31 CUET നമ്മൾ PG അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം ഏകദേശം 150 സ്ഥാപനങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവാം, ഇഷ്ടമില്ലാത്ത സ്ഥാപനങ്ങൾ ഉണ്ടാവും. പലപ്പോഴും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് നടത്തുന്ന ഒരു ഗവൺമെന്റ് ഏജൻസി നടത്തുന്ന ഈ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ എണ്ണം ഏതാണ്ട് 150 യൂണിവേഴ്സിറ്റികളുണ്ട്. പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി, നമ്മളിപ്പോൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണല്ലോ. 53 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇതിന്റെ അകത്ത്. നമ്മളിപ്പോൾ പറയുന്നത് JNU, IFLU, ജാമിയ, ഈ വേറെ ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, വേറെ ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് CUET എൻട്രൻസ് പരീക്ഷ എഴുതിയേ മതിയാവും. അപ്പൊ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഒറ്റ പരീക്ഷ എഴുതിയാൽ മതി എന്നുള്ളതാണ്. അപ്പം വളരെ നന്നായിട്ടൊക്കെ പരീക്ഷ എഴുതി കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഇതൊരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2025 പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് JNU ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേറെ ഏതോ അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്കൊന്നും 2025 അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല എന്നല്ല. സോ അത്രയും പ്രാധാന്യമുള്ളൊരു ഡേറ്റ് ആണ് നമ്മൾ മുന്നിലുള്ള ജനുവരി 31 ഉള്ളിൽ ഈ ഇരിക്കുന്ന എല്ലാവരും CUET PG പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് ഹൗ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. CUET PG പരീക്ഷ നമ്മൾ എഴുതണം.
യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നീറ്റ് യു ജി പരീക്ഷ, അങ്ങനെ കോമൺ എൻട്രൻസ് ടെസ്റ്റുകൾ നമുക്ക് ഒരുപാടുണ്ടല്ലോ. ഇതിന് മുമ്പ് പണ്ടത്തെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ CUCET ആയിരുന്നു. അതിനുശേഷമാണ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആയത്. അപ്പോ അത് നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ ജനുവരി 31-നുള്ളിൽ നമ്മൾ PG പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അതിനെ കൂടെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണം, ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ യൂണിവേഴ്സിറ്റിക്കും അതായത് യൂണിവേഴ്സിറ്റി പറയുന്ന ഗൈഡ് ഹലോ ലൈൻസിന് ചേട്ടാ. വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് ഇഫ്ലുയിലേക്കാണെങ്കിൽ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കേൾക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ CUET രണ്ട് കാര്യങ്ങൾ ചെയ്യണം. CUET പരീക്ഷ നിങ്ങൾ അതിന്റെ CUET NTA വെബ്സൈറ്റിൽ കയറിയിട്ട് CUETന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റ് നിങ്ങൾക്ക് കിട്ടും. വിശദമായിട്ടൊരു പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് PDF ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് IQ ഗ്രൂപ്പിലൊക്കെ ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും തോന്നുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ അപ്ലൈ ചെയ്യാനുള്ളത് അതത് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ യോഗ്യതകൾ നിങ്ങൾക്ക് ഒരു MSc മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, MSc ഫിസിക്സ് ആയിക്കോട്ടെ, വേറെ ഏത് കോഴ്സ് ആയിക്കോട്ടെ, അതിന്റെ യോഗ്യതകൾ നമ്മൾ ഏതാണ് ഡിഗ്രി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. അതാണ് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ്. ത്രൂ തറോ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ എൻട്രൻസ് എക്സാമുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. എങ്ങനെ നമുക്ക് CUET പരീക്ഷ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റേണ്ടത്? ഒരുപാട് ടൂളുകൾ ഉണ്ട്. പ്രധാനമായിട്ടും CUET പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് CUET പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും അതിനുശേഷം നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടാൻ CUETയിൽ ഏറ്റവും നല്ല മാർക്ക് വേണം. പിന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് നമുക്ക് കുറഞ്ഞ മാർക്ക് കിട്ടുന്നതനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ ആ നിലവാരവും കുറയും. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എൻട്രൻസ് പരീക്ഷ എഴുതി കഴിയാന്നുള്ളതാണ്. എന്നിട്ട് അതിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റിയും ഓൺലൈൻ കൗൺസിലിംഗ് വിളിക്കുക. എൻട്രൻസ് പരീക്ഷ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് അത് ഓൺലൈൻ കൗൺസിലിംഗിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം എനിക്കിപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്കാണ് അഡ്മിഷൻ എടുക്കേണ്ടതെങ്കിൽ അവർക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമായിട്ട് അപ്ലൈ CUET പരീക്ഷയുടെ സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ മാർക്ക് CUET മാർക്ക് വെച്ച് കണക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പോകേണ്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഓൺലൈൻ പരീക്ഷ ഉണ്ടാവുക. അതിനകത്ത് the exam is conducted online with multiple choice questions providing a standardized and professional assessment എന്നുള്ളതാണ്. ആൻഡ് ഓപ്പൺ ടു ഗ്രാജുവേറ്റ്സ്, ഓൾ ഗ്രാജുവേറ്റ്സ് ഓഫ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ്. അപ്പം എല്ലാവർക്കും വിചാരിക്കുന്നത് PG പരീക്ഷയ്ക്കുള്ള എൻട്രൻസ് എക്സാം ആണ്, PGക്കുള്ള എൻട്രൻസ് എക്സാം അല്ലേ. പല ആൾക്കാരും കൂടെ ഡിഗ്രി 3rd ഇയേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കോഴ്സ് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സംശയം ഉണ്ടാവും, അവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ കോഴ്സ് ഓൾറെഡി കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഡൈവേഴ്സ് ഡിസിപ്ലിൻ കവർ ഒരുപാട് എല്ലാ വിഷയങ്ങൾക്കും ഒരുവിധം ഇന്ത്യയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരുവിധം എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് എൻട്രൻസ് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സിംഗിൾ ടെസ്റ്റ് സ്കോർ, അതായത് നമ്മൾക്ക് ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിലും നമുക്ക് ഒറ്റ പരീക്ഷ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് 90 മിനിറ്റ് ആയിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ എക്സാം, ഓൺലൈൻ എക്സാം ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഒരു മാർക്ക് ശരിയായിട്ട്, ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു മാർക്കിന്റെ നമ്പർ പറഞ്ഞാൽ 4 മാർക്ക് ലഭിക്കും. അതേ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് -1 മാർക്ക് വെച്ചിട്ട് നമുക്ക് കുറയുകയും ചെയ്യും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സമയത്ത് ഇന്ന കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ച ആൾക്ക് മാത്രമേ പറ്റുന്നുണ്ടാവും. ഉദാഹരണത്തിന് ചില യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പോൾ ഒരു അപ്ലൈഡ് കോഴ്സുകളൊക്കെ ഉണ്ടാവും, അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ ഉണ്ടാവും. അപ്പം അതിന് ചില യൂണിവേഴ്സിറ്റികളാണ് അതേ വിഷയങ്ങളിൽ തന്നെ BA പഠിച്ചിരിക്കാം അല്ലെങ്കിൽ BSc ഒക്കെ പഠിച്ചിരിക്കാം. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടെ റൂൾ വ്യത്യാസമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ പീരീഡ് January 2 ഓൾറെഡി സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അവസാനത്തേക്ക് നിങ്ങൾ വെക്കരുത്. എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തേക്ക് വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൈറ്റ് ആൾക്കാർ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. എല്ലാവരും കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈറ്റിന്റെ സെർവർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പരമാവധി വേഗം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. March 13 മുതൽ 31 വരെ പല വിഷയങ്ങളിൽ നടക്കുന്ന എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് 13 എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ എക്സാം ഇതിന്റെ ഡേറ്റ് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഡേറ്റിലായിരിക്കും 31 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഡേറ്റിലായിരിക്കും. Online application, submit application to MTA website. Then admit card will be available 3 days before the exam. 3 or 4 നമുക്ക് എന്നാണ് എക്സാം വരുന്നത് അതിൻ്റെ ഒരു 3-4 ഡേയ്സ് മുന്നേ ആയിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ് ലഭിക്കും. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ബെനിഫിറ്റുകൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഒറ്റ എക്സാം എഴുതിയാൽ മതി. ഒറ്റ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. അതൊരു ഗുണമാണ്, ഒരു ദോഷമാണ്. എന്തെങ്കിലും കാരണവശാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ വലിയൊരു പാളിച്ചയാകാനും സാധ്യതയുണ്ട്. സോ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും, ഇന്ത്യയിലുള്ള ഏത് നാടിൽ നിന്നുള്ള ആൾക്കാർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇരിക്കും. നിങ്ങൾക്ക് എക്സാം സെന്റർ ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ നിങ്ങളുടെ സിറ്റികളിലാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് എക്സാം സെന്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏതാണ്ട് ഒരു 15, 16, 18ഓളം സെന്ററുകൾ ഓരോ ജില്ലകളിലൊക്കെ ആയിട്ട് മിക്കവാറും ജില്ലകളിലൊക്കെ എക്സാം സെന്റർ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ എക്സാം സെന്റർ കിട്ടും. അത് ലേറ്റ് ആവുന്നതനുസരിച്ച് എക്സാം ഹോളിന്റെ ഓക്യുപ്പൈഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്തുള്ള മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ ആയിരിക്കും കിട്ടാനും സാധ്യത. സോ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. എനിക്ക് പരമാവധി വേഗം അപ്ലൈ ചെയ്യും. അക്കാദമിക് എക്സലൻസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് എൻട്രൻസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഡേറ്റ് January 31 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. സോ യു ഹാവ് ടു ബി കെയർഫുൾ. യു ഹാവ് ടു അപ്ലൈ നൗ ടുഡേ ഓർ ടുമോറോ. സോ വലിയൊരു ബുദ്ധിമുട്ടുള്ള അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോ ഇതാണ് എനിക്ക് വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ കഴിഞ്ഞ വർഷം ഇപ്പം CUET പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്നാണ് ഇപ്പോൾ CUET പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ഇതിന് പിന്നാലെ ഇത് ഫോളോ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓരോ കോഴ്സുകളും പഠിക്കാൻ ചിലപ്പം വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളായിരിക്കും നല്ലതുണ്ടാവുക. നല്ല യൂണിവേഴ്സിറ്റിയാണ് ചിലപ്പോൾ അവിടെ മോശം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു മോശം യൂണിവേഴ്സിറ്റി പോലും ചിലപ്പോൾ നല്ല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സീനിയേഴ്സിനോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഈ വരുന്ന ആൾക്കാർ പറയും. സോ ഇതാണ് CUET പരീക്ഷയെ കുറിച്ച് എനിക്ക് ഏറ്റവും ബ്രീഫായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇങ്ങനൊരു ഓപ്ഷൻ തന്നിരുന്നു. ചില യൂണിവേഴ്സിറ്റികളൊക്കെ പറഞ്ഞിരുന്നു അഥവാ CUET എഴുതി നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഇന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സമയത്ത് ഓൺലൈൻ കൗൺസിലിംഗ് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂൾസ് ഗൈഡ് ലൈൻസ് ഒക്കെ യൂണിവേഴ്സിറ്റീസ് പിന്നെ ഓൺലൈൻ കൗൺസിലിംഗിന്റെ സമയത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഈ വർഷം അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് അറിയില്ല.
അത് സംഭവിക്കാനും സാധ്യതയുണ്ട്. അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കാൻ പറ്റില്ല. അത് അപ്ലിക്കേഷൻ കഴിഞ്ഞ സമയത്താണ് നമ്മൾ നോക്കുന്നത്, അയ്യടാ ഈ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തില്ലല്ലോ, എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ നോർമലി ബൈ ദ റൂൾ, ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഒരു ഹോപ്പ് ഉള്ളത് ചില സമയത്ത് ചില യൂണിവേഴ്സിറ്റികൾ ഇത് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ അധികം നിരാശരാവേണ്ടതില്ല. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്രോതസ് ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അത് മാത്രം മതി നിങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എത്ര കൂടുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫോളോ ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് സാധ്യത ഉണ്ട് നിങ്ങളുടെ ഒരു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും നല്ല മാർക്ക് കിട്ടുന്നവർക്ക് നല്ല യൂണിവേഴ്സിറ്റി കിട്ടും. മാർക്ക് കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ നിലവാരവും കുറയുകയും ചെയ്യും. സോ ഇതാണ് CUET പരീക്ഷയെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ചെറിയൊരു ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികൾ നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടല്ലേ. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാൻ തോന്നുന്നു. ഞാൻ എന്തായാലും എൻ്റെ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ട്രാവലിംഗിലായതുകൊണ്ട് പരമാവധി ഞാൻ ഇതിനകത്ത് ലൈവായിട്ട് ഉണ്ടാവാൻ ശ്രമിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് നേരെ ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് നേരെ അടുത്ത അടുത്ത സ്പീക്കേഴ്സിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പൊ താങ്ക് യു. CUET ഡിഗ്രിക്ക് അപ്ലൈ CUET ഡിഗ്രിന്റെ നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. അത് കുറച്ചും കൂടി കഴിഞ്ഞു. എനിക്ക് ഒരു മാർച്ച് ഏപ്രിൽ കുറച്ചും കൂടി സമ്മറിലേക്ക് ആകുന്ന സമയത്താണ് CUET UG ഓപ്പൺ ആവുക. ആദ്യം CUET പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെയ്യാം. ഏതൊക്കെ കോഴ്സാണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലുള്ള നിങ്ങൾ ഈ ഒരു കോഴ്സിനാണെങ്കിൽ അതുപോലെ തന്നെ എന്തായാലും ഏത് സാറ് ഷബാബ് പറയുന്നത് കട്ടാവുന്നുണ്ട് കേട്ടോ. ഏത് കോഴ്സാണ്? ഹലോ, ആൻസർ പറഞ്ഞതാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നാവും. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നാവും. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കോഴ്സ്? പ്രത്യേകിച്ച് നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് മേഖലയിലാണ് ഈ കോഴ്സുകൾ കാര്യമായിട്ട് വരും. ആർട്സ്, സയൻസ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, BB കോഴ്സുകളാണ് ഇതിനകത്തുള്ളത്. എഞ്ചിനീയറിംഗ്, ടെക്നോളജി വിഷയങ്ങളിലൊന്നും കാര്യമായിട്ട് CUET എഴുതിയിട്ട് കാര്യമില്ല. അതിന് വേറെ എൻട്രൻസ് എക്സാം, ജാം എന്നീ അതുപോലുള്ള മറ്റുള്ള ഗേറ്റ് പോലുള്ള പലതരത്തിലുള്ള എക്സാമുകൾ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിലുണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതേണ്ടത്. ഇത് നമുക്ക് ആർട്സ് ആൻഡ് സയൻസ്, ഏതെങ്കിലും ഒരു ആർട്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് വിഷയത്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ CUET എഴുതാം. അത് പഠിപ്പിക്കുന്ന കോഴ്സുകൾ, ആ കോഴ്സുകൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് CUET കാണാൻ വേണ്ടി സാധിക്കും. അത് ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും പേരുകൾ. അപ്പോ ഇതോടുകൂടി വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സമയം ഒരുപാട് വൈകണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സ്പീക്കറിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു ഷബാബ്. അപ്പോൾ നെക്സ്റ്റ് സ്പീക്കർ ആയിക്കൊണ്ട് നമുക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻസാം PI നമ്മോട് സംസാരിക്കും. നമുക്ക് സ്പീക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ടൈം 8:57 ആയിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് വെച്ചിട്ട് മാക്സിമം എല്ലാവരും എടുത്താൽ നമുക്ക് നമ്മുടെ വെബിനാർ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇൻസാം പ്ലീസ്. എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ. സോ ഷബാബ്ക്ക എന്താണ് ഈ ഒരു CUET PG അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ
ഇപ്പൊ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകള് ഏത് സബ്ജക്റ്റാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയണം. എങ്കിലും നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പിള്ളേരും ജസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് എന്താണെന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ CUT എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. സോ ഫെബ്രുവരി 2 വരെയാണ് ഡേറ്റ് ഉള്ളത്. അപ്പം നമ്മളെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ നമ്മൾ ഇങ്ങനെ നീട്ടി വെക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും ഇതേപോലെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. സോ സൈറ്റ് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. നേരത്തെ അപ്ലൈ ചെയ്താലുള്ള മറ്റൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള നമ്മളെ സെന്റർ തന്നെ നമുക്ക് എന്തായിട്ട് കിട്ടും, നമ്മുടെ എക്സാം സിറ്റി സെന്റർ ആയിട്ട് കിട്ടും. സോ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1400 രൂപയാണ് വരുന്നത്. അതുപോലെ OBC EWS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1200 രൂപ വരുന്നു. സോ ഇതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ നമുക്ക് അപ്ലിക്കേഷൻ വഴി 2 സബ്ജക്റ്റ് ആണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ OBCന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സബ്ജക്റ്റ് ആണ് എഴുതാൻ പറ്റുന്നത്. നമുക്കിനി 2-ലധികം സബ്ജക്ട്സ് എഴുതണം എന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ നമുക്ക് എനിക്കിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എഴുതണം, അതുപോലെ തന്നെ സോഷ്യോളജി എഴുതണം. അപ്പൊ മൂന്നാമതായിട്ടുള്ള ഒരു ഹിസ്റ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി എനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യണം, 700 രൂപ എക്സ്ട്രാ കൊടുക്കണം. സോ ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. സോ ഫീസ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാല്, ചിലരൊക്കെ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നവരായിരിക്കാം. സോ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് പേപ്പറിന്റെ കോഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതുകൊണ്ട് പറയാണ്, ഇപ്പം പൊളിറ്റിക്കൽ സയൻസിനാണ് ആ കോഡ് വരുന്നത് HUQP 18 എന്നുള്ള ഒരു കോഡ് ഉണ്ട്. അപ്പൊ അത് ക്രോസ് വെരിഫൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചു, എന്നിട്ട് എക്സാമിന് പോയിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ആ ഒരു പോയിന്റ് തന്നെ ഇല്ലാണ്ടാവുകയാണ്. സോ തീർച്ചയായിട്ടും അത് ക്രോസ് വെരിഫൈ ചെയ്യുക. പിന്നെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യുക. കാരണം ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫും നമ്മുടെ ഒരു സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഒരു OBC NCL സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഏത് കാറ്റഗറി ആണ്, ഇപ്പോൾ SC കാരാണെന്നുണ്ടെങ്കിൽ SC സർട്ടിഫിക്കറ്റ്, ST ആണെന്നുണ്ടെങ്കിൽ ST സർട്ടിഫിക്കറ്റ്. സോ OBC സർട്ടിഫിക്കറ്റ് ഇതേപോലെ നമ്മൾ 2025 പുതിയത് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവൻ ഇപ്പൊ നമുക്ക് 2024 ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്ലിക്കേഷന്റെ സമയത്ത് 2024 കൊടുക്കാം. എന്നിട്ട് അഡ്മിഷന്റെ സമയം വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 2025 ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യേണ്ടത് തഹസിൽദാറാണ്, അല്ലാതെ വില്ലേജ് ഓഫീസർ അല്ല. അപ്പോൾ ഈ കാര്യവും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടി ശ്രദ്ധിക്കുക. വേറൊരു കാര്യം, പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇത് MCQ ബേസ്ഡ് ആണ്, ചോദ്യോത്തരങ്ങളാണ്, ഓപ്ഷൻസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും. കമ്പ്യൂട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് അറ്റൻഡ് ചെയ്യുന്നത്. സോ എക്സാം സെന്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ആധാറിന്റെ ഒറിജിനൽ ID, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ബെൽറ്റ്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മാല, വള, പിന്നെ ക്ലിപ്പ്, ഈ സാധനങ്ങളൊക്കെ സ്റ്റീലിന്റെ സംഗതികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പിന്നെ എപ്പോഴും എക്സാം സെന്ററിൽ നേരത്തെ എത്തുക എന്നുള്ളത്. സോ ആ ഒരു ഭാഗം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോസസ്സിൽ ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഷബാബുക്ക പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സബ്ജക്ട് ചൂസ് ചെയ്യാവുന്നതാണ്. സബ്ജക്ട് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്രാവശ്യം അവര് യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണെന്നുള്ളത് അവർ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ തന്നിട്ടില്ല. സോ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. സോ നമ്മൾ NTA വഴി ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, ജസ്റ്റ് എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. നമ്മളെ സബ്ജക്ട് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എക്സാം വരുന്നു. എക്സാമിന് മുമ്പ് ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. ഒരു 3-4 ദിവസം മുമ്പ് ഒരു അഡ്മിറ്റ് കാർഡ് വരും. അത് പ്രിന്റ് എടുത്ത് കൈ വെക്കണം. ഓക്കെ. ഒരു സംശയം വന്നത്, സാർ 2 സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും 2 സബ്ജക്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ സോഷ്യോളജി എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2 ടെസ്റ്റ് പേപ്പർ എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കാവുന്നതാണ്. സർ, ബട്ട് ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ നോക്കിയ സമയത്ത് ഒറ്റൊന്നു മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ.
ഫുഡ് ആണോ? സയൻസ് ആൻഡ് ടെക്നോളജിയും ഫുഡ് ന്യൂട്രീഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഉം. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി ഇല്ല. ഇനിയിപ്പം ബാക്കിയുള്ള സ്പീക്കേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ 2 കോഴ്സ് കൊടുക്കാന്നാണ് പറഞ്ഞു കേട്ടത്, ഈ ഒരു ഒബിസിന്റെ ഒരു 1400 രൂപ വെച്ചിട്ട്. 2 കോഴ്സ് കൊടുക്കാൻ പറ്റും. അതിന് ഉം. എക്സ്ട്രാ ഫീസ് ഉണ്ട്. അതായത് ആ, എത്ര കോഴ്സിനാണ് വേണ്ടത് അതിന് എനിക്ക് തോന്നുന്നു എത്ര 400-600 രൂപ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമുക്കിപ്പം ഇതിന്റെ എന്തായാലും സംസാരത്തിന്റെ ഇടയിൽ വേണ്ട, നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ JNU പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യൂണിവേഴ്സിറ്റിക്കകത്ത് വരുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിലാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സോഷ്യോളജി, ഡെവലപ്മെന്റ് ആൻഡ് ലേബർ സ്റ്റഡീസ്. പിന്നെ ഇന്ത്യയിലൊട്ടാകെ JNU മാത്രമുള്ള ഒരു കോഴ്സാണ് ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആണെന്നുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് JNU MBA അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ടെന്നുള്ളത്. ഇവിടെ എഞ്ചിനീയറിംഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ നമുക്ക് 6 കോഴ്സസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരേ സമയം നമുക്ക് എഞ്ചിനീയറിംഗിന്റെ സാധ്യതകളും അതുപോലെ തന്നെ IR ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇന്റർനാഷണൽ റിലേഷൻസിൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ പെർസ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ ഫിലോസഫി കോഴ്സസ് ഉണ്ട്, ഹിസ്റ്ററി, സോഷ്യോളജി, ഈവൻ സയൻസ് സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി കോഴ്സുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇതിലേക്കൊന്നും ഞാൻ കടക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, അതൊക്കെ അഡ്മിഷന് ശേഷമുള്ളതാണ്. ആൻഡ് ഈ ഒരു പ്രോസസ്സിൽ CUETന്റെ പ്രോസസ്സിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം കഴിയുന്നത് വരെയാണ് NTA നമ്മളൊപ്പം ഉണ്ടാവുന്നത്. അതിനുശേഷം നമുക്ക് ആഗ്രഹമുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണോ അതിന് നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടേതായിട്ടുള്ള ഒരു ഫീസ് പറയും. ഇപ്പൊ JNU ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരൊരു 100 രൂപ പറയുകയാണെന്ന്, അപ്പൊ അവരെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആ 100 രൂപ പേ ചെയ്തിട്ട് നമ്മൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു എക്സാമിന്റെ സ്കോർ കാർഡ് വരുന്നു. ഈ സ്കോർ കാർഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാനൊക്കെ അവസരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതൊരു സോർട്ട് ഓഫ് പ്രൂഫ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഈ ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്നു. പിന്നെ നമ്മളെ കോഴ്സ് അനുസരിച്ചിട്ട് എന്താണ് സെപ്പറേറ്റ് കട്ട് ഓഫ് വരുന്നു. ഈ കട്ട് ഓഫ് അനുസരിച്ചാണ് നമ്മൾ വിളിപ്പിക്കുക. വേറൊരു കാര്യം എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ടിസ്നെറ്റ് എന്നുള്ള എക്സാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ MSWന്റെ കുറച്ച് പിള്ളേർ ഇപ്പോൾ ഇവിടെ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടത് കണ്ടു. MSW താല്പര്യമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും MSW വരുന്നുണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് പറഞ്ഞിട്ട് DSSW വരുന്നുണ്ട്. സോ ഇനി പോണ്ടിയിൽ MSW എങ്ങനെയാണെന്നുള്ളതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അമീർ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമായിരിക്കും. വേറെ കുട്ടികൾ ജോഗ്രഫി ചോദിക്കുന്നുണ്ട്. ജോഗ്രഫി തീർച്ചയായിട്ടും JNUവിലെ നല്ലൊരു സെന്റർ ആണ്, CSRD എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. സോ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ദെൻ ബയോടെക്നോളജി, സൈക്കോളജി കാണുന്നുണ്ടെങ്കിലും ടിസിലുണ്ട് സൈക്കോളജി MA കോഴ്സ് വരുന്നുണ്ട്. അതിന് ക്രൈറ്റീരിയ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് അവരെ പ്രോസ്പെക്ടസ് നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, അതായത് ടിസ് ബ്രോഷർ എന്നോ അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF കിട്ടും. സോ അതിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഗ്രാജുവേഷന്റെ സമയത്ത്, നമ്മുടെ ഡിഗ്രി സമയത്ത് ഇത്ര പേപ്പർ എടുക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സോ ആ ഒരു ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളെ നന്നായിട്ട് പഠിക്കുക. നാട്ടില് നമ്മൾ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മളെ അവസ്ഥ. സോ പുറത്ത് വരിക, പരമാവധി എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ ഭാഷയാണെന്നുണ്ടെങ്കിലും പഠിക്കും, കൂടുതലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പഠിക്കും. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പൊട്ടക്കിണറ്റി കിടന്ന മാതിരിയാണ്. അപ്പൊ മുക്കിലെ രാജ്യത്തെ മുറുമുക്ക രാജാവ് ആവാൻ വേണ്ടി നിൽക്കരുത്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക, നന്നായി പഠിക്കുക. എനിക്ക് തോന്നുന്നു സമയം ഏകദേശം കഴിയാനായി. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, 1-2 മാസം നമുക്ക് ഞാൻ കുറച്ച് സമയം ഉള്ളത്, അത് കൃത്യമായിട്ട് അലോട്ട് ചെയ്യുക. കൃത്യമായി നോട്ട്സ് ഉണ്ടാക്കുക, എഴുതി തന്നെ പഠിക്കുക. നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നന്നായി റിവൈസ് ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവില്ല, പക്ഷെ കാണാപ്പാഠം പഠിക്കുക. നിങ്ങൾക്ക് ഒരു സീരിയസ്നെസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് മനസ്സിലാക്കുക,
ഇത് നാട്ടിൽ നമ്മൾ കുറച്ച് പിള്ളേരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാം അല്ല. ഇന്ത്യ ഒട്ടാകെയുള്ള പിള്ളേര്, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിള്ളേരിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അത് മനസ്സിൽ വെക്കുക. ദെൻ MBA അങ്ങനെ പ്രൊഫഷണൽ കോഴ്സസ് താല്പര്യമുള്ളതാണെങ്കിൽ അത് അങ്ങനെ നോക്കുക. കാരണം ജാമിയ മില്ലിയ ഇസ്ലാമിയയിലാണെന്നുണ്ടെങ്കിൽ MBA കോഴ്സസ് ഉണ്ട്. സോ അത്രയും കാര്യങ്ങൾ. ഇനി ജെന്യുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാവുന്നതാണ്. സോ ഏതായാലും ഞാൻ അവിടെ നിർത്താണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. താങ്ക് യു ഇൻസാം. അടുത്തതായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള അരീജ് CK. അരീജ് പ്ലീസ്. വോയിസ് ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. ഓക്കെ. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ JNUവിനെ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. JNUവിൽ അഡ്മിഷൻ എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത് ഇൻസാം പറഞ്ഞപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ തിരക്കാണ്. ഏകദേശം 91 ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ഉള്ള വ്യത്യാസം എന്താണെന്ന് വിചാരിച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ 91 കോളേജുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്കൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് CUET വഴിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നടക്കണമെങ്കിലും ഈ അഡ്മിഷൻ CUET എക്സാമിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട് CSAS എന്നൊരു സൈറ്റ് ഉണ്ട്. അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നാണ് അതിന് പറയല്. അതിൽ കയറി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള കോളേജുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അത് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്രാവശ്യം അപ്ലൈ ചെയ്യണമല്ലോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ ഒറ്റ സിംഗിൾ കോളേജ് അല്ല, 91 കോളേജുകൾ ഉണ്ട് ഏകദേശം. അതിൽ തന്നെ 86ഓളം കോഴ്സുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. JNUവിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ JNU JMI ഒക്കെ വ്യത്യാസം വരുന്നത്, DUവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. പിന്നെ അപ്ലിക്കേഷന്റെ സമയത്ത് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. CSAS എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ട കോളേജും കോഴ്സും സെലക്ട് ചെയ്യേണ്ടത്. ചില കോഴ്സുകളൊക്കെ വരുന്നത് ഫാക്കൽറ്റി ഓഫ് ആർട്സിലാണ്. പിന്നെ അതേപോലെ സൗത്ത് ക്യാമ്പസ് എന്നും ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടും ക്യാമ്പസുകളുണ്ട് DUക്ക്. ഇതില് പ്രധാനപ്പെട്ട കോഴ്സുകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളും വരുന്നുണ്ട്. ഫാക്കൽറ്റി ഓഫ് ആർട്സിലാണ് പ്രധാനപ്പെട്ട എല്ലാ കോഴ്സുകളും വരുന്നത് എന്നതാണ്. പിന്നെ അതേപോലെയുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഫീസ് ഡിഫറൻസ് ഉണ്ട് ഓരോ കോളേജിനും ഡിപ്പാർട്ട്മെന്റ്സിനും അനുസരിച്ച്. ഓരോ കോളേജിലും ഇപ്പൊ 91 കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അതില് പല കോളേജിലും പല തരത്തിലുള്ള ഫീസുകളാണ് വരുന്നത്. DUവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും ആണ് DUവിന്റെ അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് വ്യത്യസ്തമുള്ളത്. പിന്നീട് DUവിന് പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ DUവിന്റെ എന്ന് മാത്രമല്ല ബാക്കിയുള്ള നാട്ടിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ കുറച്ചും കൂടിയും സെൽഫ് സഫിഷ്യന്റ് ആവും എന്നുള്ളതാണ്. DU JMI JNU പോലെയുള്ള പുറത്തു നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ സ്പൂൺ ഫീഡിങ് സിസ്റ്റം അല്ല. നാട്ടിൽ കുറച്ചും കൂടിയും നമുക്ക് ക്ലാസ്സുകൾ വന്ന് എടുത്ത് അതിന് നോട്ട്സ് അവര് തന്നെ തന്ന് എല്ലാ തരത്തിലും അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടാവും, ടീച്ചേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ. ഇവിടെ പുറത്തേക്ക് വന്നാൽ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വന്നാൽ കുറച്ചുകൂടി നമ്മൾ സ്വന്തം നമുക്ക് ആവശ്യമുള്ള നോട്ട്സ് ഉണ്ടാക്കിയെടുത്ത് ലൈബ്രറി ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ സ്വന്തം നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരവസ്ഥ വരും. ഫസ്റ്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എല്ലാ തരത്തിലും നമ്മുടെ ഭാവിക്ക് ഏറ്റവും നല്ലത് പുറത്തുള്ള, അതായത് ഏറ്റവും നല്ലത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് എന്നുള്ളത് അവിടെ പഠിച്ചവർക്ക് എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് DUവിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എന്നാ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ്. പിന്നീട് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഇൻസാമും ഷബീക്കും ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. DUക്ക് ഇത്രമാത്രങ്ങളാണ് പ്രത്യേകത. അഡ്മിഷന്റെ കാര്യത്ത് വളരെയധികം ശ്രദ്ധിക്കുക. CSAS എന്ന പോർട്ടൽ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനനുസരിച്ചുള്ള കോളേജുകളും സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആവശ്യമുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് DUവിന്റെ പേരിൽ പറയാനുള്ളത്. ഉസ്മാൻ ഖാൻ. ഓക്കെ, താങ്ക് യു അരീജ്. നെക്സ്റ്റ് നമ്മൾ
ജാമിയ മില്ലിയ ഇസ്ലാമിയ വിദ്യാർത്ഥിയായ നബീൽ PR നമ്മോട് സംസാരിക്കും. നബീൽ. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? വേറെ വിഷയം ഓഡിബിൾ ആണ്, പറഞ്ഞു. ഓക്കെ. ഞാൻ ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഈ പാനലിൽ വന്നത് ചെറിയൊരു മിസ്റ്റേക്കിന്റെ ഭാഗമായിട്ടാണ്. കാരണം CUET PG അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തപ്പോൾ ശരിക്കും ജാമ്യ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കൺവെൻഷനലായിട്ട് ജാമ്യക്ക് തന്നെ പണ്ട് ഉണ്ടായിരുന്ന ഇൻഡിപെൻഡന്റ് എക്സാമിന്റെ ഒരു മോഡലാണ്. അതിന് വളരെ കുറച്ച് കോഴ്സുകൾ മാത്രമേ എന്താ പറയാ CUETന്റെ കീഴിലുള്ളൂ. ഞാൻ അതിനെ പറ്റി ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് CUETനെ പറ്റി ജനറൽ ആയ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ജാമ്യനെ പറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. ഓക്കെ. ഇതിൽ ഏതാണ്ട് 1, 2, 3 MA കോഴ്സുകളും അതേപോലെ തന്നെ ഒരു MSc കോഴ്സും ആണ് CUETന്റെ കീഴിൽ വരുന്നത്. ഒന്ന് MA ഇൻ പേർഷ്യൻ, അതേപോലെ തന്നെ MA ഇൻ സാൻസ്ക്രിറ്റ്, പിന്നെ ഒന്ന് MA ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് പ്ലാനിങ്, പിന്നെ MSc ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതിൽ മലയാളികൾ ആരെങ്കിലും എന്താ പറയാ ചൂസ് ചെയ്യാൻ പോവാൻ ചാൻസ് ഉള്ളത് ഒന്ന് എന്താ പറയാ ഈ MA ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് പ്ലാനിങ് അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ ഇതുമാണ് ഏത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത് യൂഷ്വലി എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ നമ്മൾ CUETന്റെ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യണം. അതേ സമയത്ത് തന്നെ നമ്മൾ JMIന്റെ പോർട്ടലിലും കയറി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ JMIക്ക് ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ, നമ്മുടെ മാർക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് എന്താ പറയുക ഫീ അടിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാറുള്ളത്. പക്ഷെ JMIയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ CUETക്ക് അപ്ലൈ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ JMIന്റെ പോർട്ടലും കയറി ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ ഫീ അടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ് JMI തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തുന്ന എക്സാംസ് ആണ്. അതിപ്പോ MAയുടെ കാര്യമാണ് ഇങ്ങനെ പറയുന്നത്. BAയിലൊക്കെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ കുറെ കോഴ്സുകളൊക്കെ ഇപ്പൊ ഡയറക്റ്റ് CUET വഴി തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇൻഡിപെൻഡന്റ് എക്സാംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് JMIന്റെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന പേപ്പറുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പരമാവധി വർക്ക്ഔട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ കോഴ്സിനും എന്താ പറയുക അവർ ഫ്രെയിം ചെയ്യുന്ന അവിടുത്തെ പ്രൊഫസർമാർ ഫ്രെയിം ചെയ്യുന്ന പോലത്തിലാവും എക്സാം ഉണ്ടാവുക. നമ്മളൊരു 5-6 കൊല്ലം മുമ്പത്തെ JNUവിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. അതായത് ചില കോഴ്സുകൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലതിന് എന്താ പറയുക നമ്മളെ എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. ചിലതിന് ഒരു GED ഉണ്ടാവും. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഉണ്ടാകുന്നത്. അത് നിങ്ങൾ കൂടുതലായിട്ട് കോൺടാക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം Q&A സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ JMIനെ പറ്റി പൊതുവിൽ പറയാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, JMI ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക അത്യാവശ്യം JNU ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണെങ്കിൽ കൂടെ കുഴപ്പമില്ലാത്തൊരു ക്യാമ്പസ് ഉണ്ട്. കുറെ എന്താ പറയുക ഫാക്കൽറ്റീസ് ഉണ്ട്. ഇവിടെ കുഴപ്പമില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് MSW ഉണ്ട്. അതേപോലെ തന്നെ ഫൈൻ ആർട്സിന്റെ കോഴ്സുകളെല്ലാം വലിയ കുഴപ്പമില്ലാത്തതാണ്. അതേപോലെ തന്നെ ആർക്കിടെക്ചർ, LLB, അതുപോലെ തന്നെ MAയിൽ തന്നെ പല കോഴ്സുകളും വലിയ തിരക്കടില്ലാത്ത, അതുപോലെ തന്നെ MCRC മാസ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ്. പിന്നെ ജനറലി എല്ലാവരും പറയുന്നത് പോലെ തന്നെയുള്ള കൾച്ചറൽ ആയിട്ടുള്ളതും അക്കാഡമിക് ആയിട്ടുള്ള എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടാൻ കൂടെ ഒരു വഴി എന്താ പറയുക ഒരു തടസ്സം ഉണ്ടാവില്ല. അരീജ് പറഞ്ഞതുപോലെ നമ്മളൊരു സ്പൂൺ ഫീഡിങ് എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സെൽഫ് റിലയന്റ് ആയിട്ട് സെൽഫ് സ്റ്റഡി നടത്തുന്ന സിസ്റ്റമാണ് എല്ലായിടത്തും ഇവിടെ ഉള്ളത്. നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസം ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞ് അത് ഒരു ദിവസത്തിന്റെ പകുതി വരെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈബ്രറി റീഡിങ് അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് തന്നെ എന്താ പറയുക വേണ്ടി നമ്മൾ തന്നെ പഠിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ഇതിനോട് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്ത് വരും. പിന്നെ അതേപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ജനറലി നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുന്ന പോലെ തന്നെ നമ്മൾ പുതിയ ഭാഷ പഠിക്കും, പുതിയ സംസ്കാരങ്ങൾ പഠിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ജനറലായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ആലോചിച്ചാൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് മറ്റ് പോണ്ടിച്ചേരിയോ അല്ലെങ്കിൽ HCU JNU ഒക്കെ കമ്പയർ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല ഹോസ്റ്റലുകൾ കിട്ടാൻ. കുറെ എന്താ പറയുക തടസ്സങ്ങളുണ്ട്. അതായത് ഇന്റർവ്യൂ പാസ്സാവണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കിട്ടാറുണ്ട് കുട്ടികൾക്കൊക്കെ. ഇതൊക്കെയാണ് ജനറലി പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചോദിക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു നബീൽ. നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
സുഹാന സൈഫ്. അസ്സലാമലൈക്കും. ഓഡിബിൾ ആണോ? ആണ്, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ സുഹാന, ഹൈദരാബാദ് ഇഫ്ലൂയിൽ ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, EFLU, ഇഫ്ലു. പേര് പോലെ തന്നെ ഇംഗ്ലീഷിന്റെ പല വെറൈറ്റി കോഴ്സസും അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജസ് ആണ് പ്രധാനമായും ഇഫ്ലു പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ UG-യിലും PG-യിലായിട്ട് 11ഓളം ഫോറിൻ ലാംഗ്വേജസ് ഇഫ്ലു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് ഏഷ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന ഒന്നാണ് ഇഫ്ലു. ഇഫ്ലു പ്രൊവൈഡ് ചെയ്യുന്ന PG കോഴ്സസിന്റെ ഒരു ലിസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. 7 സ്കൂളുകളാണ് വരുന്നത്. അതിന് കീഴിൽ 25ഓളം കോഴ്സസ് ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് വിസിബിൾ ആണോ? അത് യെസ്, വിസിബിൾ ആണ് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ 7 സ്കൂൾസ് ആണ് വരുന്നത്. അതിന് കീഴിൽ 25ഓളം കോഴ്സസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇതിന് കീഴിലാണ് B.Ed ഇംഗ്ലീഷ് വരുന്നത്. ഇതിൽ 50 ഇൻടേക്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിന് ഇത്രത്തോളം ഇൻടേക്ക് ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി EFLU ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ELT. ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ഇംഗ്ലീഷ് പ്രൈമറി അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. അടുത്തത് വരുന്നത് യൂറോപ്യൻ ലാംഗ്വേജ്. അതിൽ ഫ്രഞ്ച്, ഹിസ്പാനിക്, ജർമ്മൻ, റഷ്യൻ കോഴ്സസ് വരുന്നുണ്ട്. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിൽ LLMC, ലാംഗ്വേജ് ലിറ്ററേച്ചർ, മീഡിയ ആൻഡ് കൾച്ചർ, LCS, ലിറ്റററി ആൻഡ് കൾച്ചർ സ്റ്റഡീസ്, JMC, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. സ്കൂൾ ഓഫ് ലിറ്റററി സ്റ്റഡീസിൽ വരുന്നത് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ, ലിറ്ററേച്ചർ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് MA ഹിന്ദി. സ്കൂൾ ഓഫ് അറബൻ ഏഷ്യൻ സ്റ്റഡീസിൽ വരുന്നത് അറബിക്, ജാപ്പനീസ്. സ്കൂൾ ഓഫ് ലാംഗ്വേജ് സയൻസിൽ വരുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. ഇത്രയും കോഴ്സസ് ആണ് വരുന്നത്. ഇതിന് പുറമായിട്ട് വരുന്ന ഒന്നാണ് MA ഇംഗ്ലീഷ് കഫറ്റീരിയ, ഒരു കഫറ്റീരിയ സിസ്റ്റം. അത് ഇഫ്ലൂവിന് മാത്രം പറയാൻ പറ്റിയ ഒരു പ്രത്യേകതയാണ്. പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമായിരിക്കും എന്താണ് കഫറ്റീരിയൻ സിസ്റ്റം. പേര് പോലെ തന്നെ ഒരു ബൊഫെ സിസ്റ്റമാണ്. ബൊഫയിൽ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ MA ലിംഗ്വിസ്റ്റിക്സിന് വേണ്ടി അപ്ലൈ ചെയ്തു, അഡ്മിഷൻ കിട്ടി. ആ ഒരു സ്റ്റുഡന്റിന് ആ ക്യാമ്പസിൽ ചെയ്യാൻ പറ്റിയ കോഴ്സ് എന്നത് ലിംഗ്വിസ്റ്റിക്സ് കോഴ്സ് മാത്രമായിരിക്കും. പക്ഷെ അതേ സമയം MA ഇംഗ്ലീഷ് കഫറ്റീരിയയിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിക്ക് 5 ചോയ്സ് ഉണ്ട്. ജനറൽ ഇംഗ്ലീഷ് ചെയ്യാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യാം, ലിംഗ്വിസ്റ്റിക്സ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, LCS ചെയ്യാം. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപക്ഷെ പലരും ഇംഗ്ലീഷ് കമന്റ് ബോക്സിലെ കണ്ടു. അതായത് ഇപ്പോൾ ഇഫ്ലൂവിൽ പല ഇംഗ്ലീഷ് കോഴ്സസും പ്രൊവൈഡ് ചെയ്ത്. അപ്പൊ നിങ്ങൾ കുറച്ച് പേര് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് കഫറ്റീരിയ. പോരാത്തതിന് ഇതിൽ 90 ഇൻടേക്ക് 90 ഇൻടേക്സ് ഉണ്ട്. B.Ed 50 സീറ്റാണ്. ബാക്കി എല്ലാ കോഴ്സിലും 20 സീറ്റ് മാത്രമേ ഉള്ളത്. അതേസമയം കഫറ്റീരിയയിൽ 90 സീറ്റ് വരുന്നുണ്ട്. നമുക്ക് അഡ്മിഷൻ സമയത്ത് നിങ്ങളെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലാണ് കഫറ്റീരിയയിൽ. ഇപ്പോൾ ഇത് കഫറ്റീരിയ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കഫറ്റീരിയ എടുത്തു. ഞാൻ ആഗ്രഹിക്കുന്നത് ലിംഗ്വിസ്റ്റിക്സിലാണ് ഞാൻ എൻ്റെ MA ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ ലിംഗ്വിസ്റ്റിക്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും പേപ്പർ ചെയ്യാം. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിന്റെ ഭാഗമായിട്ട് അധിക ക്യാമ്പസിലും ഇപ്പോൾ ക്രെഡിറ്റ് ബേസ്ഡ് ചോയ്സ് സിസ്റ്റം ഉള്ളത്. അതായത് ഓരോ കോഴ്സിനും ഇത്രത്തോളം ഒരു ക്രെഡിറ്റ്സ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്താലായിരിക്കും ആ ഒരു വിഷയത്തിന്റെ PG ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഞാൻ ലിംഗ്വിസ്റ്റിക്സ് എടുത്തു. ലിംഗ്വിസ്റ്റിക്സിൽ ഒരു നിശ്ചിത ക്രെഡിറ്റ്സ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ PG ലിംഗ്വിസ്റ്റിക്സിലായിരിക്കും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ലിംഗ്വിസ്റ്റിക്സ് ഫോളോ ചെയ്ത് ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ആക്കി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇല്ല, ലിംഗ്വിസ്റ്റിക്സ് എനിക്ക് പറ്റിയതല്ല, ഞാൻ കുറച്ച് മാറ്റണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ കഫറ്റീരിയയിൽ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷിലേക്ക് മാറാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് മാറാം. ഈ ഒരു ചോയ്സ് കഫറ്റീരിയൻ സ്റ്റുഡൻസിനുണ്ട്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 വർഷത്തിനുള്ളിൽ ത്രൂ ഔട്ട് നമ്മളൊരു കഫറ്റീരിയൻ സ്റ്റുഡന്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്ന വിഷയത്തിലല്ല നമ്മൾ അറിയപ്പെടുക. നമ്മളൊരു കഫറ്റീരിയൻ സ്റ്റുഡന്റ് ആയിരിക്കും. അതിനുശേഷം PG കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഏത് ക്രെഡിറ്റ്സ് ആണ് ഫുൾഫിൽ ചെയ്ത് അതിനനുസരിച്ചായിരിക്കും നമ്മളെ PG സർട്ടിഫിക്കറ്റ് വരിക. ഇതാണ് കോഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ രജിസ്ട്രേഷന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കോഡുകളാണ്. അത് ഇവിടെ സ്ക്രീനിലുണ്ട്. ലാസ്റ്റ് P01 ഈ കോഴ്സ് കോഡ് ചൂസ് ചെയ്ത എല്ലാവർക്കും ഇഫ്ലൂവിന്റെ എല്ലാ ഇംഗ്ലീഷ് കോഴ്സസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്
ബി എഡ് ഇംഗ്ലീഷിന്റെ കോഴ്സ് കോഡ് P03 അല്ലെങ്കിൽ P05 ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബി.എഡ് ഇംഗ്ലീഷിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇഫ്ലുവിന്റെ മാത്രം ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, നമ്മുടെ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഓരോ യൂണിവേഴ്സിറ്റിയും അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വിളിക്കും. ആ സമയത്ത് ഇഫ്ലു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2 കോഴ്സസ് ആണ്. കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ 2 കോഴ്സസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. മാക്സിമം 2 കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇഫ്ലുവിന് 3 ക്യാമ്പസ് ഉണ്ട്, ഷില്ലോങ്, ലക്നൗ, പിന്നെ ഹൈദരാബാദ്. മെയിൻ ക്യാമ്പസ് വരുന്നത് ഹൈദരാബാദ്. അങ്ങനെ ടോട്ടൽ 3 ക്യാമ്പസ് ആണ് ഇഫ്ലുവിലുള്ളത്. അപ്പോൾ ലിസ്റ്റ് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ കോഴ്സും ചിലപ്പോൾ ഒരു കോഴ്സും തന്നെ ഈ 3 ക്യാമ്പസിന് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമുക്കാണെങ്കിൽ ആകെ 2 കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ കോഴ്സ് 3 സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്ഥലം ശ്രദ്ധിക്കാതെ, പിന്നെ ഹൈദരാബാദിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അറിയാതെയാണ് കോഴ്സ് അറിയാതെ പോയിട്ട് ലക്നൌവിന്റെ കോഴ്സ് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു എഡിറ്റിംഗ് ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്ലേസ് ചെയ്താലും കൂടി ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് ഈ നമ്മൾ അപ്ലൈ ചെയ്തു അതിനുശേഷം ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. പ്രൊവിഷണൽ ലിസ്റ്റ് എന്നത് നമുക്ക് അവിടെ സെലക്ഷൻ കിട്ടി എന്നുള്ളതല്ല, കൗൺസിലിംഗ് ഓഫ്ലൈൻ ആയിട്ടുള്ള കൗൺസിലിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കണം. ആ വന്നതിനനുസരിച്ചായിരിക്കും പിന്നെ എന്ത് ചെയ്യും ആ സീറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ സെലക്ഷൻ പ്രോസസ്സുകൾ നടക്കുക. ആ സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ രണ്ട് പേപ്പേഴ്സിന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. ഈ 2 പേപ്പേഴ്സിനും നിങ്ങൾക്ക് പ്രൊവിഷണൽ ലിസ്റ്റിൽ നിങ്ങളെ പേരുണ്ട്. ആ സമയത്ത് നമുക്ക് 2 കോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. ആ സമയം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് കോഴ്സ് നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സിന് കൊടുത്തു, ലിംഗ്വിസ്റ്റിക്സിൽ നിങ്ങൾക്ക് കൗൺസിലിംഗിൽ പോയി നിങ്ങൾ അഡ്മിഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വരുന്ന കഫറ്റീരിയയുടെ കൗൺസിലിംഗ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഒരു കോഴ്സ് ഇട്ടാൽ പിന്നെ അടുത്തൊരു കൗൺസിലിംഗിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ക്വാളിഫയിങ് കട്ട് ഓഫ്, ഇഫ്ലുവിന്റെ ക്വാളിഫയിങ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് CUTന്റെ ടോട്ടൽ മാർക്ക്, അതായത് 300 മാർക്കിന്റെ 50% അല്ലെങ്കിൽ അതിന് മേലുള്ള സ്റ്റുഡൻസ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ പരിഗണിക്കൂല. ഇപ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ പോലും 50% മേലെ മാർക്ക് ഇല്ലെങ്കിൽ നമ്മളവിടെ പരിഗണിക്കില്ല. അതുപോലെ തന്നെ OBC NCL കാറ്റഗറിക്ക് 45% വേണം. SC ST ആൻഡ് ഡിഫറെന്റ് ലേബിൾ ആയ സ്റ്റുഡൻസിന് 30% ഉള്ളത്. പിന്നെ കോഴ്സ് മൊത്തത്തിൽ ക്യാമ്പസിലെ കോഴ്സിനെ കുറിച്ച് പറയുന്നത് ഒരു റിസർച്ച് ഓറിയന്റഡ് സിലബസ് ആണുള്ളത്. പിന്നെ സിലബസ് ഒന്നും ഫിക്സ്ഡ് അല്ല, ടീച്ചേഴ്സിന് ഇങ്ങനെ തീരുമാനിക്കാം. പിന്നെ ഇവാലുവേഷൻ ഒക്കെ നമ്മളൊരു ട്രഡീഷണൽ സിസ്റ്റം അല്ല, ഒരു സിറ്റ് ഡൗൺ എക്സാം അല്ല വരുന്നത്, അതും വരുന്നുണ്ട്. കൂടാതെ പേപ്പർ പ്രസന്റേഷന്, അസൈൻമെന്റ്, പേപ്പർ സബ്മിഷന്, ഇതൊക്കെ ടീച്ചേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യാം അവർക്ക് ഇവാലുവേഷൻ എന്ത് ചെയ്യാം അതിന്റെ മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് സ്കോളർഷിപ്പ് ഉണ്ട്, MCM സ്കോളർഷിപ്പ് ഇഫ്ലു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു PG ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ക്യാമ്പസിൽ ഇഫ്ലുവിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പാർട്ട് ടൈം കോഴ്സസ് ഉണ്ട് ഫോറിൻ ലാംഗ്വേജസിൽ, അറബിക്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്. ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത് COP DOP സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻസി, ഡിപ്ലോമ ഇൻ പ്രൊഫഷൻസി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് PG ചെയ്യുന്ന അതേ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാർട്ട് ടൈം ആയിട്ട് ഈ COP DOP പോലുള്ള കോഴ്സസ് ചെയ്യാം. ഇത് നല്ലൊരു അസറ്റാണ് നമുക്ക്. അതായത് നമുക്കറിയാം ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഒരു ഹോട്ട്സ്പോട്ട് ആണ്. അപ്പോൾ പല പ്ലേസ്മെന്റ് അവിടെ നടക്കും, ക്യാമ്പസ് പ്ലേസ്മെന്റ് വരെ നടക്കാറുണ്ട്. നമ്മൾ പല ക്യാമ്പസിലെ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ ആമസോൺ പോലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൽ PG ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ PG ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റും കൂടെ നേടാൻ കഴിയും. പിന്നെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു ക്യാമ്പസാണ്, 32 ഏക്കറിന്റെ ഉള്ളിലാണ് എല്ലാതും വരുന്നത്. അതുകൊണ്ട് തന്നെ ആക്സസിബിലിറ്റി കൂടുതലാണ്. നമ്മളൊരു ഹോസ്റ്റലിന് 2 സ്റ്റെപ്പ് നടന്നാൽ നമ്മളെ ക്ലാസ് നടക്കുന്ന ബിൽഡിംഗ് എത്തി, ഒന്നുകൂടെ നടന്നാൽ ലൈബ്രറി എത്തി. അപ്പോൾ എല്ലാ ഭാഗത്തും പെട്ടെന്ന് എത്തിപ്പെടാം ഈ ഒരു വലുപ്പം കുറവായതുകൊണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. ഹൈദരാബാദ്, അതായത് നമ്മളെ ഇഫ്ലു ക്യാമ്പസിന്റെ തൊട്ടടുത്താണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻസ് വരുന്നുണ്ട്. ഒരു 5-6 കിലോമീറ്റേഴ്സിന്റെ ഉള്ളിൽ മെയിൻ റെയിൽവേ സ്റ്റേഷൻസ് ആയിട്ടുള്ള സിക്കന്ദ്രാബാദ്, കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻസ് വരുന്നുണ്ട്. ഊബറിന്റെ സൗകര്യം ഉണ്ട്. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം ഭയങ്കര എളുപ്പമാണ് ഇഫ്ലുവിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ ഹോസ്റ്റൽ സൗകര്യമാണ്. അഡ്മിഷൻ ആരെടുത്തും അവർ ഫുൾ ടൈം ആയിട്ട് അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇഫ്ലു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂം ആണെങ്കിലും ഭയങ്കര ഡീസെന്റ് ആയിട്ടുള്ള റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മാസം 225 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ് പോലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എമൗണ്ടിനുള്ളിൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പൊതുവെ ക്യാമ്പസ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഒരു കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ.
താങ്ക് യു സുഹാന. നെക്സ്റ്റ് നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അമീർ മുജാഹിദ്. അമീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓഡിബിൾ ആണോ? അതെ അതെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പറ്റി പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി. പിന്നെ മെയിനായിട്ട് 4 ക്യാമ്പസുകൾ വരുന്നുണ്ട്. മെയിൻ ക്യാമ്പസ് പോണ്ടിച്ചേരി തന്നെയാണ്. പിന്നെ പോർട്ട് ബ്ലെയർ ആൻഡമാനിൽ ഒരു ക്യാമ്പസ് വരുന്നുണ്ട്. പിന്നെ പോണ്ടിച്ചേരി തന്നെ കാരക്കൽ എന്നുള്ള സ്ഥലത്ത് വേറൊരു ക്യാമ്പസ് കൂടി വരുന്നുണ്ട്. കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ക്യാമ്പസ് ആണെന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റികളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇവിടെ നല്ല കോഴ്സുകളുണ്ട്, ആവറേജ് കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ബിലോ ആവറേജ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പം ഏത് കോഴ്സാണോ എടുക്കുന്നത് ആ കോഴ്സിന്റെ നിലവാരം നോക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഒരു ഗ്യാരണ്ടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന പേരിൽ കൊടുക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും 13 സ്കൂളുകളായിട്ട് 40-ൽ പരം ഡിപ്പാർട്ട്മെന്റ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുള്ളത്. മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഏകദേശം 95% ആൾക്കാർക്ക് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ നാടുമായിട്ട് പിന്നെ വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, എന്നാൽ ദൂരത്ത് പോകാൻ താല്പര്യമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സേഫ് ഓപ്ഷൻ ആയിരിക്കും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഏകദേശം 12 മണിക്കൂർ മാത്രമാണ് ഇവിടുന്ന് കേരളത്തിലേക്കുള്ള യാത്ര വരുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രധാനമായിട്ട് ഇപ്പം ഇവിടുത്തെ സ്റ്റാർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പറയുകയാണെങ്കിൽ ഇവിടെ ജിയോളജി അത്യാവശ്യം നിലവാരമുള്ള കോഴ്സാണ്. ജിയോ ഫിസിക്സും പിന്നെ MSW പോലുള്ള കോഴ്സുകളൊക്കെ ഇവിടെ നല്ല കോഴ്സുകളാണ്. പിന്നെ ലൈബ്രറി സയൻസ്, പെർഫോമിംഗ് ആർട്സ്, എൻവയോൺമെന്റൽ സയൻസ്, ബയോടെക്നോളജി, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് പിന്നെ ബാക്കി എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു അമീർ. ഇനി നമ്മുടെ Q&A സെഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. എവരിബഡി പ്ലീസ്. റിസ്വാൻ, പറഞ്ഞോളൂ അൻവർ. ഹലോ. 1-2 കാര്യം ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. നേരത്തെ പിന്നെ ഇത്ര പേപ്പർ അപ്ലൈ ചെയ്യാന്നുള്ളത് 4 പേപ്പർ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു സ്റ്റുഡന്റിന്. പക്ഷെ അതിൽ ഫീസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. 2 പേപ്പർ വരെയാണ് പിന്നെ ആദ്യം ഒരു ഫീസ്, പിന്നെ 1400 രൂപ വെച്ചിട്ട് 2 പേപ്പർ അപേക്ഷിക്കാം. പിന്നെ എക്സ്ട്രാ ഓരോ പേപ്പറിനും 700 രൂപ വീതം അടയ്ക്കണം. അങ്ങനെ 4 പേപ്പർ വരെ ഒരു കുട്ടിക്ക് അപേക്ഷിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ OBC NCL സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ പ്രാവശ്യം അപേക്ഷയുടെ കൂടെ OBC NCL സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പിന്നീടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് ആവശ്യപ്പെടുന്ന സമയത്ത് ചിലപ്പം ഓരോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്തായിരിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരിക. അപ്പം ആ സമയത്ത് വാങ്ങിയിട്ട് കൊടുത്താൽ മതി. അതേസമയത്ത് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആളുകൾ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപേക്ഷയുടെ കൂടെ തന്നെ കൊടുക്കണം. അപ്പൊ ഈ 2 കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. സജാദുൽ ഹസൻ, ക്വസ്റ്റ്യൻ: ഡിഗ്രി കഴിഞ്ഞ് 1 ഇയർ ഗ്യാപ്പ് എടുത്ത് PG CUT പഠിക്കാൻ ഓഫ്ലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് സെന്റേഴ്സ് കേരളത്തിലുണ്ടോ? അത് നമ്മള് CUT കോച്ചിങ് സെന്റേഴ്സിന്റെ കാര്യമാണോ ചോദിക്കുന്നത് സജാദ്? CUTക്ക് പ്രിപ്പയർ ചെയ്യുന്ന കോച്ചിങ് സെന്റേഴ്സിന്റെ കാര്യമാണോ?
CUT PGയുടെ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ കാര്യത്തിൽ പേഴ്സണലി അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. ബട്ട് ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. അത് ഓരോ സബ്ജക്റ്റ് ക്യൂറേറ്റർ ആയിട്ട് ആ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുണ്ട് ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന. പേഴ്സണലി അറിയില്ല, ഓഫ്ലൈൻ സ്ഥാപനങ്ങൾ അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ എന്ന് പറയാം കേട്ടോ. ഈ കോച്ചിങ് സ്ഥാപനങ്ങൾ നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണ്ട, എല്ലാം പ്രൈവറ്റ് സ്ഥാപനങ്ങളാണല്ലോ. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നന്നാവുക. ഇങ്ങനൊരു പിന്നെ കോമൺ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു കോച്ചിങ് സെന്ററിന്റെ പേര് മാത്രം പറയുന്നത് ശരിയല്ല. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടെത്തുന്നതായിരിക്കും നന്നാവുക. ഇഷ്ടംപോലെ കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്, ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ കോച്ചിങ് കൊടുക്കുന്നു. അതെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി, പ്രധാനമായിട്ടും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർക്ക് അടിസ്ഥാനമാക്കി പ്രിപ്പയർ ചെയ്യുക ആണ് വേണ്ടത്. ചോദിച്ചോളൂ. സർ, ഈ ഫുഡ് ടെക്നോളജി സബ്ജക്റ്റിന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നല്ലതാണോ? അമീർ, ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യോ? അമീർ, ഓക്കെ. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്, പിന്നെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ആ രണ്ട് കോഴ്സുകളും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾ രണ്ട് ഇത് വരുന്നുണ്ട്. അപ്പോ പിന്നെ കഴിഞ്ഞ തവണ ഒരു സെക്കൻഡ് ലിസ്റ്റ് വരെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, സെക്കൻഡ് ലിസ്റ്റ് തേർഡ് ലിസ്റ്റ് വരെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും. നല്ല അത്യാവശ്യം ആവറേജ് സ്കോർ ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ സർ. ഇപ്പൊ നേരത്തെ ചോദിച്ചത് MPEd കോഴ്സിനെ പറ്റി പറയോ? MPEd കോഴ്സിനെ പറ്റി എന്താണ് പറയേണ്ടത് എന്നൊന്ന് സ്പെസിഫൈ ചെയ്യോ? നിഷാൻ, എന്താണ് MPEd കോഴ്സിനെ പറ്റി പറയേണ്ടത്? നേരത്തെ പറഞ്ഞു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ MPEdന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MPEd ആയത് നല്ല ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നാണ് അമീർ പറഞ്ഞത്. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ റിസ്വാൻ, നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, CUT UGക്ക് ലാംഗ്വേജ് സ്റ്റുഡൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ വന്നത് കൊണ്ട് എന്തായാലും ഞാൻ ആൻസർ ചെയ്യാനായിരിക്കുന്നു. കാരണം JNUലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് BA ലാംഗ്വേജ് കോഴ്സസ് വരുന്നുണ്ട്. അതായത് ഫോറിൻ ലാംഗ്വേജ് കോഴ്സസ്, സ്പാനിഷ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് വരുന്നുണ്ട്. സോ അതിന് നിങ്ങൾ എഴുതേണ്ട എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എക്സാം എന്ന് പറഞ്ഞിട്ട് CUT UGക്ക് ഒരു എക്സാം വരുന്നുണ്ട്. സോ അതിൽ ബേസിക്കലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് പിള്ളേർ UG ഒരു ലാംഗ്വേജ് കോഴ്സ് എടുത്ത് പഠിക്കുക. അതാകുമ്പോൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പം നേരത്തെ സുഹാന പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പിള്ളേർ ഇതേപോലെ ഗ്രാജുവേഷന്റെ സമയത്താണെന്നുണ്ടെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഇതിന് ജോബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർ പൈസ ഉണ്ടാക്കുകയും അവരുടേതായിട്ടുള്ള സ്റ്റഡീസിന്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. പിന്നെ റിസർച്ച് താല്പര്യം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BA ഒരു ഫോറിൻ ലാംഗ്വേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ലാംഗ്വേജ് നല്ലൊരു സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. JNUലാണെന്നുണ്ടെങ്കിലും പിള്ളേർ ഒരുപാട് അങ്ങനെ ലാംഗ്വേജ് കോഴ്സിനായിട്ട് വരാറുണ്ട്. എസ്പെഷ്യലി ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം നമ്മളെ ഒരു റിസർച്ചിനൊക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും. ഓക്കെ, താങ്ക് യു നിസാം. അപ്പോൾ
ഡൗട്ട്സ് ചോദിക്കുന്നവരല്ലാത്തവർ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആർക്കെങ്കിലും ഡൗട്ട്സ് ചോദിക്കുക എന്നുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക. ഷാക്കിർ ഡൗട്ട്സ് ചോദിക്കൂ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കാം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുള്ളത് MSWനെ പറ്റിയിട്ടാണ്. MSWനെ പറ്റി നോക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക ടിസ് തന്നെയാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു അതിന്റെ ക്യാമ്പസസ് വരുന്നത് മുംബൈ, അതുപോലെ തന്നെ ഗുവാഹട്ടി, തുൾജാപൂർ. സോ അതിൽ മുംബൈ ആണ് ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കഴിയുന്നതോടുകൂടി നമുക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫീസും ഉണ്ടാവും. അതായത് ഇപ്പം 1-2 കൊല്ലത്തെ കോഴ്സിന് 2 ലക്ഷത്തിന്റെ അടുത്തൊക്കെ വരെയായിരിക്കും. പക്ഷെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഏതൊരു കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ പഠിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ്, ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ചെക്കൻ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു കൊച്ചു കൊള്ളാം, ഇവർക്ക് ഈ ഒരു സബ്ജക്റ്റിനെ ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും കണക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ അവർ വഴി നമ്മൾ കൂടുതൽ മാക്സിമം റീച്ച് ഔട്ട് ചെയ്യുക. കാരണം അവരെ പരിചയത്തിലൊക്കെ ചിലപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ ടിസിൽ ഈ ഒരു കോഴ്സ് ചെയ്തുള്ളവരോട് ചോദിക്കുക എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ, ഹോസ്റ്റൽ എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ജോലി സാധ്യതകൾ എന്താണെന്നുള്ളത് അവരോട് കൃത്യമായിട്ട് റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ടിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്നുണ്ട് DSSW, അതായത് ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫുൾ ഫോം അതിൽ ക്ലാരിറ്റി ഇല്ല. പക്ഷെ അവിടെയും സോഷ്യൽ വർക്ക് നല്ലതാണ്. പിന്നെ വരുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്. സോ ഈ ഒരു 3 സ്ഥലങ്ങളിലാണ് തീർച്ചയായിട്ടും ഞാൻ MSWനെ പറ്റി കേട്ടിട്ടുള്ളത്. സോ ഐ തിങ്ക് ദാറ്റ് വിൽ സഫീസ് ദ ആൻസർ. താങ്ക് യു ഇൻസാം. മുകളിൽ ചോദിച്ച ചോദ്യം, അതായത് CUET +2 അടിസ്ഥാനത്തിൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശിക്കാനുള്ള എക്സാം CUET UG ആണ്. CUET UG ആണ് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സുകൾക്ക് പ്രവേശിക്കാനുള്ളത്. അതിനെപ്പറ്റിയല്ല നമ്മളിപ്പോൾ വെബിനാർ ചർച്ച ചെയ്തത്. CUET PG ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വെബിനാറിൽ ചർച്ച ചെയ്തത്. സോ ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ, മെസ്സേജ് ബോക്സിൽ നമ്മുടെ IQ കരിയറിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ലൈനിന്റെ നമ്മുടെ ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. അതിൽ നമ്മുടെ ആ ഒരു സമയത്ത് ഈ ഒരു സെഷനിൽ ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. അതിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതാണ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജാമിയ മില്ലിയന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലെ ഞാൻ പറയാം. HRM അതുപോലെ തന്നെ MTTMന്റെയും അഡ്മിഷൻ CUET വഴിയല്ല നടക്കുന്നത്. ജാമ്യന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇതുണ്ടാവും, എൻട്രൻസ് ഉണ്ടാവും. അതിന്റെ പ്രോസ്പെക്ടസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴേക്ക് വരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്ക് കൃത്യമായിട്ട് അതിന്റെ സ്റ്റെപ്പുകൾ അറിയില്ല. ഞാൻ വേണമെങ്കിൽ അതായത് സാധാരണ ഉണ്ടാവുന്ന വെച്ചാൽ ഇങ്ങനെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആയതുകൊണ്ട് ജസ്റ്റ് എൻട്രൻസ് ആവില്ല, ഇന്റർവ്യൂ അതുപോലെ തന്നെ GD കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ ജാമ്യയിലെ HRM ആയാലും MSW ആയാലും ഒക്കെ 100% പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പ്ലേസ്മെന്റ് ഒക്കെ കുട്ടികൾക്ക് കിട്ടാറുണ്ട്. MTTM ഒക്കെ ആണെങ്കിൽ ഒരുപാട് മലയാളികൾ പഠിക്കാറുള്ള കോഴ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, CUET വഴിയല്ല വരുന്നത്. എൻ്റെ എന്താ പറയുക, പ്രോസ്പെക്ടസ് ഈസ് യെറ്റ് ടു ഔട്ട്. താങ്ക് യു നബീൽ. അതായത് ആൻസർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു സാധനം വന്നിട്ടുള്ളത് MIhistory പഠിക്കാൻ നല്ല യൂണിവേഴ്സിറ്റി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. MIhistory JNUല് മെഡീവൽ മോഡേൺ നല്ല ഫാക്കൽറ്റീസ് ആണ്. ആൻഷ്യന്റ് കുറച്ച് റീസെന്റ് ഇയേഴ്സിൽ കുറച്ച് ഡൗൺ ആയി വന്നിട്ടുണ്ട്. ജാമ്യയിൽ വലിയ കുഴപ്പമില്ലാത്ത ആൻഷ്യന്റിന്റെ അതുപോലെ തന്നെ മെഡീവലിന്റെയും ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ അലിഗഡിലും ഏതാണ്ട് മെഡീവലിന് വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് അക്രോസ് ദ വേൾഡ്, നോട്ട് ലൈക്ക് അക്രോസ് ഇന്ത്യ.
പിന്നെ എന്താ പറയാ, ഇതിന്റെ പുറത്ത് ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ, അതായത് പ്രോപ്പറായിട്ട് മിഡീവൽ മോഡേൺ ആൻഷ്യന്റ് സ്പെഷ്യലൈസേഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റിയത് DU-ലായാലും അതുപോലെ തന്നെ SCU-ലായാലും ഈവൻ നമ്മൾ ഈ CUET-യിൽ ഈ സോക്കാൾഡ് യൂണിവേഴ്സിറ്റീസ് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ചില IITs-ലൊക്കെ പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എന്നല്ല, ഈ IIT ഗാന്ധിനഗർ, IIT ഡൽഹിയിലൊക്കെ എന്താ പറയാ ഇങ്ങനെ കുറച്ച് കോഴ്സുകൾ വരാറുണ്ട്. അതായത് സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഇതുപോലുള്ള കുറച്ച് കോഴ്സുകൾ വരാറുണ്ട്. അപ്പൊ ഈ CUET വഴിയല്ല ഇതിന്റെ പരീക്ഷ നടക്കുന്നത്. IITs തന്നെ പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്തിട്ട് ഇതിനായിട്ട് എൻട്രൻസ് നടത്തും, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ നടത്തും, ഇത് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത്രയുമാണ്. പിന്നെ CUET-ക്ക് ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിസന്റ് ആയി വരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് നമ്മൾ കൺവെൻഷനലി പഠിച്ചു പോകുന്ന കുറച്ചും കൂടെ തിയററ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട് ഭയങ്കര റെയിൽവേക്കും മറ്റേ SSC-ക്കും ഒക്കെ ചോദിക്കുന്ന മോഡൽ സാധനങ്ങളാണ് 2 കൊല്ലമായിട്ട് ചോദിച്ച് കാണാറുള്ളത്. അത് CUET-ന്റെ മാത്രം കേസല്ല, MT ഔട്ട് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഹിസ്റ്ററിയിൽ നെറ്റായാലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രെൻഡ് മനസ്സിലാക്കിയും കൂടെ എന്താ പറയാ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നതിലുള്ള നമ്മൾ പോരായ്മ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ JNU-ലും അതുപോലെ തന്നെ HCU-ലൊക്കെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റുകളിൽ കയറുന്ന മലയാളികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം CHS-ൽ ഇപ്രാവശ്യം ഒരു മലയാളി പോലും കയറിയിട്ടില്ല എന്നാണ്. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് പ്രയാസമാണ്, എന്നാൽ ട്രൈ ചെയ്താൽ കിട്ടാവുന്നതാണ്. ഓക്കെ, താങ്ക്സ്. പിന്നെ MBA ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, MBA ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് IIM-കളൊക്കെയാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പല യൂണിവേഴ്സിറ്റികളിലും നേരത്തെ പറഞ്ഞ പോലെ JNU, ജാമിയ ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലൊക്കെ MBA പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളിലെ പ്രോസ്പെക്ട്സ് നോക്കിയാൽ അതിൽ നമുക്ക് അവരുടെ MBA ഡിപ്പാർട്ട്മെന്റ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്താണ് ഇത് കൊടുക്കുന്നത് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. MBA ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പലതും MBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ IIM-കളാണ്. അതിന് CUET PG അടിസ്ഥാനത്തിലല്ല എക്സാം ഉണ്ടാവാറുള്ളത്, CAT അടിസ്ഥാനത്തിലാണ്. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പലതിലും ഉണ്ട്, അതും CUET PG അടിസ്ഥാനത്തിൽ തന്നെയാണ് എക്സാം ഉള്ളത്. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യാൻ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ്? സുഹാന, അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? പൊതുവേ നമ്മൾ പറയാറുള്ളത് JNU നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ BHU, IFLU ഹൈദരാബാദ്, HCU, ഇതൊക്കെ തന്നെ മോശമില്ലാത്ത രീതിയിൽ നല്ല ക്യാമ്പസ് ആണ് ഇംഗ്ലീഷിന്. താങ്ക് യു. LLB ചെയ്യാൻ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. LLB-യെ പറ്റി IQ ഇതിന് മുൻപ് ഒരു വെബിനാർ നടത്തിയിരുന്നു. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതും നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളാണ്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിന് മുൻപത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അതിൽ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. എന്നിട്ടും ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവരോടും കൂടി ഒരു റിക്വസ്റ്റ് ആണത്. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് മെസ്സേജ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. BBA ചെയ്യാൻ അതേ പറഞ്ഞ പോലെ MCAയും പല യൂണിവേഴ്സിറ്റികളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. മറ്റു പല യൂണിവേഴ്സിറ്റികളിലും MCA പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇഫ് എനിവൺ നോട്ട് വില്ലിംഗ്, ഒന്നുകൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക്സിന്റെ പേപ്പർ കോഡ് LAQ-PO4 എന്നാണോ? സുഹാന, അത് അറിയോ? കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന LAQ-PO4 ലിംഗ്വിസ്റ്റിക്സ് എന്ന കോഡാണ് വരുന്നത്. LAQ-PO1 ആണോ LAQ-PO4 അത് വരിക എന്നുള്ളതാണ്. പ്രോസ്പെക്ടസ് നോക്കിയപ്പോൾ 3 ഓപ്ഷൻ കാണിച്ചിരുന്നു. അതെ, അത് 3 ചൂസ് ചെയ്യാൻ പറ്റും. 1, 4, 9 ഇതിൽ ഏതെങ്കിലും ചെയ്താൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇഫ്ലൂല് ഇങ്ങനെ കേട്ടോ, ഇഫ്ലൂന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച്. അതെ, അത് ശ്രദ്ധിക്കണം. ഏത് കോഡ് ഉള്ള സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ അത് നമ്മൾ ആദ്യം തന്നെ ഷബാബ് സൂചിപ്പിച്ചു. നിങ്ങൾ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സിൽ എന്താണ് അവർ പറയുന്ന ക്രൈറ്റീരിയ, അതായത് CUET-യിലെ ഏത് കോഴ്സ് ഏത് പേപ്പർ പാസ് അടിസ്ഥാനത്തിലായിരിക്കും അവർ സ്കോർ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം CUET-ക്ക് അപ്ലൈ ചെയ്യാൻ എന്നാണ് നമ്മൾ നേരത്തെ ഷബാബ് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇസ് ദർ എനി ഡൗട്ട്സ് എനിമോർ? സാർ, എക്സാം മെയിലോട്ടാണെന്നൊരു അപ്ഡേഷൻ വന്നതായിട്ട് ഇപ്പൊ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. യൂട്യൂബിൽ പറയണമെന്ന് നോക്കണ്ട കേട്ടോ. കൃത്യമായിട്ട് UGCന്റെ നെറ്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇനി എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ആസ് ഓഫ് നൗ അവർ പറയുന്ന ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഫസ്റ്റ് വീക്കാണ് അല്ലേ? സോ വെബ്സൈറ്റ് ഫോളോ ചെയ്താൽ മതി കൃത്യമായിട്ട്, അപ്പൊ തന്നെ നമുക്ക് ക്ലാരിറ്റി വരും. ഇപ്പോൾ കറന്റ് മാർച്ച് 13 to 31 ആണ് എക്സാം ഡേറ്റ്സ് ആയിട്ട് കാണിക്കുന്നത്. മറ്റേ മെയിലേക്ക് നീട്ടുന്ന കാര്യങ്ങൾ ഒന്നും കാണുന്നില്ല. അതെ, ഇനി CUET UG വരാനുണ്ട്. CUET UG എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കുള്ളതാണ്. നേരത്തെ ചോദിച്ച പോലെ +2 കഴിഞ്ഞിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അത് മെയ് മാസത്തിലേക്കായിരിക്കും എക്സാം വരിക. കാരണം +2 റിസൾട്ടൊക്കെ വന്നിട്ടായിരിക്കും അതിന്റെ എക്സാമുകൾ ഉണ്ടാവുക. CUET അറ്റൻഡ് ചെയ്യാൻ കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടോ? അത് പേഴ്സണൽ ചോയ്സ് ആണ്. എങ്ങനെ പഠിക്കണം, എങ്ങനെ, അതായത് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. അതിന് എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് കഴിയുക എന്നുള്ളത് അനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. PG സ്പോർട്സ് പ്രോഗ്രാം, PG സ്പോർട്സ് എന്ന് ഉദ്ദേശിച്ചത് PG സ്പോർട്സ് എന്ന കോഴ്സുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. MPEd കോഴ്സുകളാണെങ്കിൽ നമ്മൾ നേരത്തെ അത് കാര്യം പറഞ്ഞിരുന്നു. എൻഷിഫ് ഹലോ, ഈ MPEd കോഴ്സസ് നല്ല ഡിപ്പാർട്ട്മെന്റ് പോണ്ടിച്ചേരി അല്ലാതെ വേറെ ഏത് യൂണിവേഴ്സിറ്റീസിലാണ് നല്ല ഡിപ്പാർട്ട്മെന്റ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ? അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയില്ല. അതൊന്ന് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് പറയാം. പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് പല ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രം പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെയൊക്കെ നല്ല MPEd ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ MPEd കോഴ്സുകൾ അവൈലബിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
സോ അതിൻ്റെ റാങ്കിങ്ങും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രിഫറബിൾ ആയ യൂണിവേഴ്സിറ്റികൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് ആവാറായി. ഇനി ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഈ പ്രോഗ്രാം എൻഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമുക്ക് നമ്മുടെ മോഡറേറ്ററായി നമ്മൾ ജോയിൻ ചെയ്ത ഷബാബ് സർ, JNUവിനെ പറ്റിയും നമ്മുടെ മറ്റു CUT കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞ ഇൻസാം PI, അരീജ് CK, നബീൽ PR, സുഹാന സൈഫ്, അമീർ മുജാഹിദ് എന്നിവർക്ക് IQ കരിയറിൻ്റെയും MSM ക്യാമ്പസ് വിങ്ങിൻ്റെയും കൃതജ്ഞത അറിയിക്കുന്നു. അതേപോലെ ഇവിടെ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും IQ കരിയറിൻ്റെയും MSM ക്യാമ്പസ് വിങ്ങിൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്നുകൂടെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. IQവിൻ്റെ CUT PG ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതും അതിൽ നമ്മുടെ ഫാക്കൽറ്റീസ് നമുക്കതിന് ആൻസർ ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ. താങ്ക് യു.